നമസ്കാരം. സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്തയും രംഗത്ത് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കുക. കീം റാങ്ക് ലിസ്റ്റ് വിഷയത്തിൽ സർക്കാർ വിവേകത്തോടെ പെരുമാറണമെന്നും വിമർശനം. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന നേതൃക്യാമ്പിലാണ് വിമർശനം ഉയർന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ സമയമാറ്റത്തിന് എതിരെ നേരത്തെ EK സമസ്ത സമരം പ്രഖ്യാപിച്ചിരുന്നു. മദ്രസ പഠനത്തിന്റെ സമയത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ലെന്ന് സമസ്ത നേതാവ് MT അബ്ദുള്ള മുസ്ലിയാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. മദ്രസ പഠനം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന പഠനമാണ്. തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ഒരു തരത്തിലുമുള്ള പഠനവുമല്ല അവിടെ നടക്കുന്നത്. സമയമാറ്റത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പഠനമാണ് മുടങ്ങുന്നത്. സർക്കാർ ഒരു ആവശ്യവുമില്ലാതെയാണ് സമയമാറ്റം നടത്തിയത്. വിഷയത്തിൽ ചർച്ചകൾ നടത്തണം. മദ്രസ പഠനം കൃത്യസമയത്താണ് നടക്കുന്നത്. സമയമാറ്റത്തിൽ കൂടിയാലോചന നടന്നില്ല. അത് പ്രതിഷേധാർഹമാണ്. സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച്, കളക്ടറേറ്റ് മാർച്ച്, കൺവെൻഷൻ എന്നിവ സംഘടിപ്പിക്കുമെന്ന് MT അബ്ദുള്ള മുസ്ലിയാർ വിമർശിച്ചിരുന്നു. മദ്രസ പഠനത്തെ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നാണ് സമസ്തയുടെ ആവശ്യം. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം നടത്തും. ഓഗസ്റ്റ് 5-ന് കളക്ടറേറ്റിന് മുന്നിൽ ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് സമസ്ത അറിയിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ അന്തിമ വിജയം വരെ സമസ്ത പോരാടുമെന്നും സമയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും MT അബ്ദുള്ള മുസ്ലിയാർ അറിയിച്ചിരുന്നു. അതേസമയം നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും. സ്കൂൾ സമയമാറ്റം നടപ്പിലായ കാര്യമാണെന്നും അതിൽ തിരുത്തില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അരമണിക്കൂർ കൂടി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ മാസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് ഇതിലൂടെ വർദ്ധിച്ചത്. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പുതിയ പ്രവൃത്തി സമയം. സ്കൂൾ സമയം കൂട്ടിയതിൽ പുനരാലോചന വേണമെന്ന സമസ്തയുടെ ആവശ്യം തള്ളിയായിരുന്നു ഈ ഉത്തരവ്. തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റേത്. 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ പഠന സമയം വേണം. സർക്കാർ നിയോഗിച്ച 5-അംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത്. സമയം പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതിയും ആവശ്യപ്പെട്ടു. സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്.